നീ മിടുക്കിയ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയത്ത് വിനോദിനൊരു കയ്യബദ്ധം പറ്റി പറ്റും. ആർക്കും പറ്റും. അത്രയ്ക്ക് സുന്ദരിയാ നീ. ഇടവിടെ നിൽക്കാൻ ഇടം നിൽക്കാൻ നീണലിടം. പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന റൗഡി ഷാജി മര്യാദക്കല്ലെങ്കിൽ. മോളെ സോഫി, ഞാനൊരു വികാര ജീവിയാണ് മോളെ. നീ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ നിനക്ക് ആനയെ മേടിച്ചു തരാം, ചേനയെ മേടിച്ചു തരാം. മറിച്ചല്ലെങ്കിൽ നിന്നെ ഒളിഞ്ഞിരുന്ന് പേടിയാക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ബിനീഷ് ഗിന്നസ് ആണ്. 27 വർഷമായിട്ട് പ്രൊഫഷണൽ മിമിക്രി രംഗത്തും അതുപോലെ തന്നെ ഡബ്ബിംഗ് രംഗത്തും നിരവധി സിനിമകളിലും സീരിയലിലൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്ത് മിമിക്രി ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ മാസ്കിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടെയാണ്. അപ്പോൾ നമസ്കാരം ബിനീഷ്. നമസ്കാരം. നമസ്കാരം ചേട്ടാ. എന്താണ് ബിനീഷ് ഗിന്നസ്? ഗിന്നസ് എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ഗിന്നസ് ഒന്നും അല്ല. ഞാൻ കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്നത് നമ്മുടെ KS പ്രസാദിന്റെ അതെ, ആ പ്രസാദിന്റെ ട്രോഫി കളിച്ചൊരു പേര് ഇങ്ങോട്ട് കടമെടുത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ മറ്റേ വിമൽകുമാർ ഇട്ടതുപോലെ നമുക്കിട്ട പേര് അല്ലേ? അതിൽ കളിച്ചൊരു ആർട്ടിസ്റ്റായിട്ട് ആ ഒരു പേര് നമ്മൾ സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് മിമിക്രി കല എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? മിമിക്രി കലകളിൽ എല്ലാരെ പോലെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ്. സിനിമയിൽ എന്റെ വാട്സപ്പിലെ ഒരു ഹെഡിങ് വരെ അങ്ങനെയാണ്, സിനിമയാണ് എന്റെ സ്വപ്നം. എന്റേതും അങ്ങനെയാണ്. സിനിമയാണ് എനിക്കെല്ലാം എന്നാണ് എന്റെ വാട്സപ്പില്. പിന്നെ തീർച്ചയായിട്ടും. എങ്ങനെയാണ് പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്നു വന്നത്? പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്നു വന്നത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മലയാള മിമിക്രിയുടെ ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ കടന്നു വന്നത്. അത് അമച്ചർ കളിച്ചോ? അമച്ചർ നമ്മളെ മാട്ട ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഉത്സവ പറമ്പുകളിലൊക്കെ ഈ പ്രച്ഛന്ന വേഷം കെട്ടാനൊക്കെ ഞാൻ പോയി കെട്ടുകാഴ്ചക്ക്. അതിനുശേഷമാണ് മിമിക്രിയിലോട്ട് ഇങ്ങനെ കടന്നു വരാനുള്ള കാരണം. 9ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ നമ്മുടെ പ്രൊഫഷണൽ ട്രൂപ്പിൽ കോട്ടയം കലാഭവൻ എന്ന് പറയുന്നത് നമ്മളെ കൊല്ലം KR പ്രസാദിന്റെ ട്രൂപ്പിലാണ് ആദ്യമായിട്ട് ഞാൻ പ്രൊഫഷണൽ കളിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ കുട്ടിയാണ്. ഏറ്റവും ചെറിയ കുട്ടിയാണ്. എങ്ങനെയായിരുന്നു അപ്പൊ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നില്ലേ? അന്ന് ഒരു 2-3 ആഴ്ച റിഹേഴ്സലാണ്. അപ്പൊ വീട്ടിലൊക്കെ പ്രശ്നമില്ല? വീട്ടിലൊക്കെ അന്ന് വേറൊന്നുമല്ല, നമ്മൾ ഈ സ്കൂളിൽ നമ്മൾ മിമിക്രിയും ഇതൊക്കെ മോണോ ആക്ടിലൊക്കെ ചേരുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും പറയും അവന്റെ ഒരു ടാലന്റ് അതാണെങ്കിൽ അമ്മയൊക്കെ പറയും പൊയ്ക്കോട്ടെ എന്ന് പറയും. സപ്പോർട്ടുണ്ട്. അങ്ങനെയാണ് എന്നെ ടാലന്റ് കണ്ടിട്ട് നമ്മുടെ കൊല്ലത്തുള്ളൊരു സജി മുഖത്തല എന്ന് പറയും. സജി മുഖത്തല, പിന്നെ AK നജീം ഷാ, ഇവർ രണ്ടുപേരും കാരണമാണ് ഞാൻ മിമിക്രി വരാൻ കാരണം. അങ്ങനെ ഒരുപാട് വേദികൾ തന്നു. ഇപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 25ഓളം സമിതി ഞാൻ മിമിക്രി സമിതി തന്നെ കളിച്ചു. കൊച്ചിൻ കലാഭവൻ തൊട്ട് ഇങ്ങോട്ട് കൊച്ചിൻ കലാഭവൻ, പിന്നെ കൊച്ചിൻ ഗിന്നസ്, കൊച്ചിൻ രസിക, കൊച്ചിൻ 7 ആർട്സ്, പിന്നെ തിരുവനന്തപുരത്ത് നമുക്ക് ഡിസ്കവറി, സരിക, പിന്നെ ആസികല, ഇങ്ങനെ ഒട്ടുമിക്ക സമിതിയിൽ ഞാൻ കളിച്ചു. പ്രസന്റ് ഏത് സമിതിയിലാണ് കളിക്കുന്നത്? ഇപ്പം പ്രസന്റ് ഞാൻ ശൂരനാട് നെൽസൺ നയിക്കുന്ന തിരുവനന്തപുരം ആസികലയുടെ ആസിം ഷയുടെ കളി. എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതില് സ്കിറ്റ് ചെയ്യുന്നുണ്ട്, ഫിഗർ ചെയ്യുന്നുണ്ട്. എത്ര തരം ഫിഗറാണ് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി ഒരു 15-18ഓളം നടന്മാരെ ഫിഗർ ചെയ്യാറുണ്ട്. എന്റെ പൊന്നളിയാ. വോയിസ് അതാണ് കാരണം 7-8 നടന്മാരെ ചെയ്യാറുണ്ട്. അതിൽ ഒരു 3-4 എണ്ണം എന്തായാലും ഡിറ്റോ ആയിട്ട് പറയാം. തള്ളാണ് അല്ലെന്ന് അറിയാൻ ഒരു വോയിസ് ഇപ്പൊ കാണിച്ചേ പറ്റൂ. 27 വർഷം തീർച്ചയായിട്ടും കാണിക്കാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കൂടുതലും ചേട്ടാ നമ്മുടെ ഈ ഫിഗറും കൂടെ ചെയ്യുന്നതാണ്. ഞാൻ ആ ഫിഗർ മുഖത്ത് അതിലാണ് കൂടുതൽ മാനരസം വരുത്തിയാണ് ചില സാധനങ്ങൾ ചെയ്യുന്നത്. അതാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഞാൻ ഈ സ്റ്റേജ് വെച്ച് തന്നെ ഒരു ജസ്റ്റ് ഒന്ന് തിരിയുന്ന വ്യത്യാസത്തിൽ ഒരു സ്റ്റാറിനെയൊക്കെ അനുകരിക്കണം. ആ സ്റ്റാറിന്റെ പേര് നമ്മൾ ജനത്തിന്റെ അടുത്ത് വെളിപ്പെടുത്തല്ല, അവര് പറയണം. നമ്മളെ മുഖത്തുനിന്ന് അവര് വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ. അപ്പൊ ആ പഴയകാല നസീർ സത്യം കൂട്ടിക്കെട്ടുകൾ പറഞ്ഞ ഒരു പഴയകാല താരമുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാർ ഞാൻ ഒന്ന് ചെയ്യാം. അദ്ദേഹത്തിന്റെ ഫിഗർ എന്റെ മുഖത്ത് വരുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുനിയുന്ന വ്യത്യാസം. അപ്പൊ ഞാൻ ഇങ്ങനെ മുടി ഒന്ന് പിരിച്ചിടുന്നു, ആ പഴയകാല നായകനിലേക്ക് വരുന്നു. വില്ലനാണ് പുള്ളി. മോളെ സോഫി, ഞാനൊരു വികാര ജീവിയാണ് മോളെ. നീ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ നിനക്ക് ആനയെ മേടിച്ചു തരാം, ചേനയെ മേടിച്ചു തരാം. മറിച്ചല്ലെങ്കിൽ നിന്നെ ഒളിഞ്ഞിരുന്ന് പേടിയാക്കും. അഹങ്കാരി. പറയുന്നത് ആരെന്നറിയണ്ടേ? റൗഡി രാഘവന്. ഇത് നമ്മൾ സ്റ്റേജ് ചെല്ലുമ്പം ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കൈയ്യടി കിട്ടാറുണ്ട്. എല്ലാം കൂടെ വരുന്നുണ്ട്.
പിന്നെ ഞാന് പിന്നെ ഒരു ഫിഗർ ചെയ്തതാണ് കേരളത്തിൽ അറിയപ്പെട്ടത്. എന്താണ്? മലയാള സിനിമയിലെ നമ്മളെ ആക്ഷൻ ഹീറോ പഴയകാല ജയൻ സാറിന്റെ ഒരു രൂപവും ഭാവവും അനുകരിച്ചാണ് വന്നത്. എന്തായാലും ഒരു വോയിസ് കൂടെ കൊടുത്താലേ. തീർച്ചയായിട്ടും. അപ്പൊ ഈ ജയന്റെ അന്ന് ചെയ്യുമ്പോഴത്തേക്ക് വേറൊരു കാര്യമുണ്ട്. അന്ന് എല്ലാവരും എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് ജയനെയാണ് ചെയ്യുന്നത്. നമ്മുടെ തിരുമല ചന്ദ്രൻ വരെ ഇത്രയുള്ള ജയനാണ് ചെയ്യുന്നത്. നമ്മൾ ഗ്ലാസ് ഇല്ലാതെ ജയനെ എങ്ങനെ ചെയ്യാന്ന് കേരളത്തിൽ കാണിച്ചു കൊടുത്തൊരു ആർട്ടിസ്റ്റാണ്. എന്ന് വെച്ചാൽ ഈ കള്ള് ചെത്തുകാരൻ ജയനുണ്ട്, കരിമ്പന. ആ സാധനം കേരളത്തിൽ ഇറക്കിയത് ഞാന്. അത് അനുകരിച്ച് എത്രയോ മ്യൂസിക് ആർട്ടിസ്റ്റ് എന്നെ അനുകരിച്ചു. അത് തന്നെ വലിയൊരു ഭാഗ്യം. തീർച്ചയായിട്ടും. അപ്പം ജയൻ സാറിന്റെ ചെയ്യാറുണ്ട് ഒരു വോയിസ്. ഓക്കെ. ഇടവിടെ നിൽക്കാൻ നീയാണല്ലിട പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന റൗഡി ഷാജി. മര്യാദക്കില്ലെങ്കിൽ നിന്റെ എല്ലിനെണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. വീട്ടിൽ പോടാം, വീട്ടിൽ പോകാൻ. നമ്മള് ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് നമുക്ക് മാനസികമായിട്ട് വിഷമം വരുന്നത് അല്ലെങ്കിൽ നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് അനുഭവമുണ്ട്. ഒരെണ്ണം നമുക്ക് പങ്കുവയ്ക്കാമോ? ഒരു അനുഭവം പങ്കുവെക്കാന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ മിമിക്സ് ഗാനമേള ചെയ്യുന്ന ഒരു പണ്ട് പിന്നെ ഇപ്പൊ ഇടയ്ക്ക് വെച്ച് മിമിക്സ് ഗാനമേള നിർത്തി ഓർക്കസ്ട്ര ഗാനമേള വൈറലായപ്പോഴത്തേക്ക് നല്ലവണ്ണൊക്കെ വന്നപ്പോഴത്തേക്ക് മിമിക്സ് ഗാനമേള അങ്ങ് പോയി. അപ്പം പിന്നെ ഞങ്ങൾ ഈ മിമിക്സ് ഗാനമേള നമ്മള് വാവച്ചല്ലി മ്യൂസിക് തീർച്ചയായിട്ടും നമ്മളൊരു പറമ്പിൽ ചെന്നപ്പോണ്ട് ഒരു കക്ഷി അവിടുത്തെ ഒരു കക്ഷി വന്നിട്ട് പറയുകയാണ്, പിന്നെ ഹലോ നിങ്ങള് അപ്പൊ അന്ന് നമ്മുടെ ഈ ഹരിമുരളി രവം പാട്ടില്ലേ, ഹരിമുരളി രവം പാട്ട് ദാസാറിന്റെ ആ പാട്ട് നമ്മൾ അതേ കണക്ക് അനുകരിച്ച് പാടുന്ന ഒരു ആർട്ടിസ്റ്റ്, ഒരു സിംഗർ നമ്മളോട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കക്ഷി എവിടെങ്ങാണ്ട് ഈ പരിപാടി കണ്ടിട്ട് രണ്ടാമതും ഈ സ്റ്റേജിൽ ഈ പരിപാടി കാണാൻ വന്നിരിക്കുക. ഇഷ്ടപ്പെട്ടുകൊണ്ട് രണ്ടാമതും വന്നിരിക്കുക. അപ്പൊ കക്ഷി ഞങ്ങളടുത്ത് വന്ന് പറയാ, ഹലോ ചേട്ടാ ഈ ഹരിമുരളി രവം പാടുന്ന ആരാ? അപ്പൊ അത് സാബു ചേർത്തല എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്, ഒരു സിംഗറാന്ന് പറഞ്ഞു. അത് പുള്ളി പാടണ്ട, അത് ഇഞ്ഞി വിട്ടേക്കണമെന്ന്. അയ്യോ, ഞങ്ങളെ ജില്ല ഗുണ്ടായുസം പറയുന്ന രീതി ഉണ്ടല്ലേ, ഇനി ഗുണ്ടായുസമാണ് പുള്ളി പറയുന്നത്. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ പുള്ളി ഇതേ കണക്ക് വന്ന് പറയുകയാണ്, ഹലോ ഹരിമുരളി രവം പാടുന്ന ആരാ? അതിഞ്ഞി വിട്ടേക്കണം എന്ന് പറഞ്ഞ് ഇത്ര മാത്രമേ പറയത്തുള്ളൂ. ഇയാളൊക്കെ പോവുകയാണ്. ഒരു 3-4 വട്ടം ഇങ്ങനെ പോയിട്ട് ഇയാള് പിന്നെയും 3-4 വട്ടം ഇങ്ങനെ വന്നിട്ട് ഹരിമുരളി രവം ഇഞ്ഞ് തന്നേക്കണോന്ന് പറയായി. അപ്പൊ ഞങ്ങള് ചോദിച്ചു, ഹലോ ചേട്ടാ നിങ്ങൾ ഈ ഹരിമുരളി രവം ഇഞ്ഞ് തന്നേക്കണം വിട്ടേക്കണം എന്നൊക്കെ പറയുന്നു. അതിന്റെ സംഭവം നിങ്ങൾ തുറന്നു പറ. ഹലോ ഹരിമുരളി രവം പാടുന്ന ആരായാലും അത് അയാള് പാടണ്ട, ഇന്നത്തെ സ്റ്റേജ് ഞാൻ പാടിക്കോളാം കേട്ടോ. അപ്പൊ ഞങ്ങളെ കൂടെ നിന്നൊരു ആർട്ടിസ്റ്റ് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ നിങ്ങൾ ഈ വെള്ളം അടിച്ചിട്ട് ഈ ഹരിമുരളി രവം 10-13 സെക്കൻഡൊക്കെ ശ്വാസം നിർത്താതെ സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എങ്ങനെ പാടും എന്നാ പറയുന്നത്? അത് ഞാൻ പാടും. അത് എങ്ങനെ പാടുന്ന ചേട്ടാ അത് പറഞ്ഞിട്ട് പോകും. ഇടാ 15 മിനിറ്റ് വെള്ളത്തിന്റെ അടിയിൽ പോയിരുന്നു മണ്ണ് കുത്താങ്കിലാണോടാ എനിക്ക് 17-13 സെക്കൻഡ് ഞങ്ങള് ചിരിച്ചു പറഞ്ഞു. എന്ന് വെച്ചാൽ പുള്ളി മണല് തൊഴിലാളിയാണ്. അതൊക്കെ മണല് കുത്തുണ്ടല്ലോ, മണല് തൊഴിലാളിയാണ്. ഇത്രയും ശ്വാസം പിടിക്കാക്കി ശ്വാസം പിടിച്ചൂടെ? ചിരിയോട് ചിരി. ഇത് ഞങ്ങള് 2 ദിവസം ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു, മനസ്സിലായേ? അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ അതുപോലെ തന്നെ ദുഃഖകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലയിടത്ത് നമ്മള് പ്രോഗ്രാം കളിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നമ്മള് കളിക്കുന്ന സ്കിറ്റിനെ പലരും വിമർശിക്കാറുണ്ട്. വിമർശിപ്പിക്കുമ്പോഴത്തേ നിങ്ങൾ ഇന്ന് അവിടെ ആ സ്കിറ്റ് കളിക്കരുത് എന്ന് പറയും. എന്തുകൊണ്ടാണത്? അത് എന്തുകൊണ്ട് വേറൊന്നുമല്ല, നമ്മളിപ്പം ഒരു ആക്ഷേപഹാസ്യമാകുമ്പം ആക്ഷേപഹാസ്യത്തിന്റെ കണക്കെടുക്കുക, അതിനകത്ത് വേറെ ഒന്നും കൂട്ടിക്കുഴയ്ക്കരുത്. അങ്ങനെ അത് കളിക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു നല്ല ഉഗ്ര ഒരു ത്രെഡുള്ള അല്ലെങ്കിൽ ഒരു സംഭവമുള്ള സ്കിറ്റായിരിക്കും. അത് കളിക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമം വരും. എന്നുവെച്ചാൽ നമ്മളെ ഒരു മെയിൻ പോയിന്റ് ആ സ്കിറ്റിലായിരിക്കും ഉള്ളത്. നമ്മളെ പരിപാടിയുടെ വിജയം അതിനകത്ത്. അങ്ങനെ 2-3 സ്ഥലത്തൊക്കെ നമുക്ക് പണ്ടൊക്കെ കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞത് ചില സ്കിറ്റുകളൊക്കെ. അപ്പൊ ഇത് കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത് വെച്ചാൽ കംപ്ലീറ്റ് പൊളിഞ്ഞു പോകില്ലേ? അങ്ങനെ ആ ടൈമിംഗ് അങ്ങ് പോകത്തില്ലേ? മിമിക്രി എന്ന് പറയുമ്പോൾ ഒരു ടൈമിംഗ് ആണ്. ജനത്തിന് പെട്ടെന്ന് സംഭവം പടപടാ പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും കൂവുകയും ചെയ്യും.
കൂവലൊക്കെ കിട്ടിയിട്ടുള്ള സമയമുണ്ടോ? കൂവല് കിട്ടിയിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ടോ? അടി കിട്ടിയിട്ടില്ല. ചീത്തവിളി ചീത്തവിളി കാര്യങ്ങളൊക്കെ നടന്നു. അത് സ്ഥിരമുള്ളത് തന്നെ. അടി കിട്ടിയിട്ടില്ല. വഴക്ക് കുറച്ചിലും കാര്യങ്ങളൊക്കെ പരിപാടി പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് അമ്പലമായാലും അവരെന്തായാലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടേ വിടാറുള്ളൂ. ചിലർ താമസിച്ചൊക്കെ പോകാറുണ്ട്. താമസിച്ച് ചെല്ലാറുണ്ട്. പിന്നെ പണ്ടൊക്കെ ഈ കൂടുതൽ ഈ സെക്കൻഡ് പ്രോഗ്രാം ഉള്ളിടത്ത് നമ്മള് താമസിച്ച് ദൂരം ഉള്ളിടത്താണെങ്കിൽ അവര് 10-50 കിലോമീറ്ററിന്റെ അകത്ത് ഒരു ചുറ്റളവില്ലാതെ നമ്മൾ സെക്കൻഡ് പ്രോഗ്രാം ഓടിച്ചില്ലെന്നാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓടിച്ചില്ല. ഇത് 100 കിലോമീറ്റർ ഒക്കെ ഓടിയെത്തത്തില്ല. ചിലപ്പോ ഇവിടെ പ്രോഗ്രാം തിരുവനന്തപുരത്ത് കളിച്ചിട്ട് നമുക്ക് കായംകുളം വരെ പോകാൻ പറ്റത്തില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് കളിച്ചിട്ട് നമുക്ക് ഒന്നി ചാത്തന്നൂരോ അല്ലെങ്കിൽ ആറ്റിക്കലൊക്കെ ആണെങ്കിൽ ഓടി നമുക്ക് ചെല്ലാം. ഇത് കായംകുളം കഴിഞ്ഞ ഹരിപ്പാട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഓടിച്ചില്ല. അപ്പോഴത്തേക്ക് അവരവിടെ വിഷമിച്ചിരിക്കുമല്ലേ, അവരെ സമയം കളയുന്നു. അപ്പൊ അവരെ വായിരിക്കുന്ന മൊത്തം നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെ സഹിച്ചിട്ടാണ് ഇത്രയെങ്കിലും വന്നത് നമ്മള്. ഈ സിനിമയില് എത്ര സിനിമയില് വേഷം ചെയ്തതാണ്? ഞാൻ ഒരു 3-4 സിനിമ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത. അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സിനിമയാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് ഡേയ്സ് എന്ന് പറഞ്ഞ ഇന്ദ്രജിത്ത് സാറിന്. അത് ഏണ്ട വേഷം? അതില് ഒരു ബിജു മേനോന്റെ കൂടെ ഉള്ള ഒരു ചെറിയൊരു വേഷം. അതിലൊരു ഡയലോഗ് പറയാമോ? ഡയലോഗ് മറന്നുപോയി. വേറൊന്നുമല്ല, അത്രയ്ക്ക് വലിയ വേഷമൊന്നും അല്ല, എങ്കിലും ഫ്രെയിമിലുണ്ട്. സമാനമുണ്ട്. സീരിയലാണെങ്കിൽ എത്ര സീരിയൽ ചെയ്താണ്? സീരിയൽ ഒരു 3-4 ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രസന്റ് ചന്ദ്രികയിൽ എലിയുന്ന ചന്ദ്രകാന്തം. ഏതിലാണത്? നമ്മളെ ഏഷ്യാനെറ്റില് 8 മണിക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ക്യാരക്ടർ, ഡോക്ടർ ഒരു വേഷമാണ്. അതിനു മുമ്പേ പിന്നെ കന്യാദാനം എന്ന സീരിയല് അതില് ചെയ്തിട്ടുണ്ട്. അതിലൊരു വക്കീലിന്റെ വേഷമാണ്. പിന്നെ ഫാമിലി എനിക്ക് 2 മക്കള്, വൈഫ്, ഞങ്ങൾ അങ്ങനെ 4 പേര്. നല്ലൊരു സന്തോഷമായിട്ട് പോകുന്നു. ഈ ഗൾഫ് ഷോ ഒക്കെ ചെയ്ത? ഗൾഫിൽ ഷോ ഒക്കെ പോയിട്ടുണ്ട്. അമേരിക്ക എല്ലാം പോയിട്ടുണ്ട്. റേഞ്ച് വേറെയാണ്. എല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് പിന്നെ 7 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അവിടെ പോകുമ്പോൾ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മളെ മലയാളികളായ പ്രേക്ഷകരാണ് കൂടുതൽ. അപ്പൊ നമ്മളൊരു നല്ലൊരു വേഷമോ നല്ലൊരു ക്യാരക്ടർ അല്ലെങ്കിൽ നല്ലൊരു ഫിഗറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവര് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്ത്. നമ്മള് നാട്ടിലോട്ട് പോകുമ്പോ 1 മാസം ടൂറിനൊക്കെ ആയിരിക്കും പോകുന്നത്. അമേരിക്കയിലൊക്കെ ആകുമ്പോ 1 മാസം 1.5 മാസം കഴിഞ്ഞു അവിടെ ഒരു 2-3 സ്റ്റേജ് ഒക്കെ. പിന്നെ ഇവിടെ അപ്പൊ ഡെയിലി പ്രോഗ്രാം ഇല്ലല്ലോ. ഒരു സ്റ്റേജ് കഴിയുമ്പോ പിന്നെ റിഹേഴ്സൽ ചെയ്യും. പിന്നെ അല്ല, റെസ്റ്റ് ആണ്. റിഹേഴ്സൽ നമ്മള് ഓൾറെഡി സെറ്റ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ എന്തെങ്കിലും മാറ്റം തിരിപ്പുണ്ടെങ്കിൽ നമ്മള് റൂമിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്ത് അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടം. സന്തോഷമാണ്. മൊബൈലായാലും അവര് തരുന്നത് എന്തായാലും എനിക്ക് അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് നമ്മളെ മലയാളികളല്ലേ, നമ്മളെല്ലാരും മലയാളികളാണ്. ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ഏതാണ്? ഏറ്റവും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് മൊബൈൽ കിട്ടിയത്. നല്ലൊരു മൊബൈൽ അന്നത്തെ ഒരു മൊബൈൽ കിട്ടിയിട്ടുണ്ട്. അത് 10 വർഷത്തിന് മുമ്പായിരുന്നു. ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഈ ഗൾഫ് ഷോ ഇല്ലാത്ത അല്ലേ? ഗൾഫ് ഷോ ഉണ്ട്. കൊറോണയ്ക്ക് ശേഷം ഒരു മങ്ങൽ രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സിനിമയിൽ ഇനിയിപ്പം സജീവമാവാനാണോ നിൽക്കുന്നത്? സിനിമയിൽ സജീവമാണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വർഷമായില്ലേ. തീർച്ചയായിട്ടും നമ്മൾ ഇതേന്നും പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇതിനു വേണ്ടി കുഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ സിനിമയിൽ സജീവമാവണം ഇനിയും. അല്ല, അതിന് വേണമെങ്കിൽ നമ്മൾ ഈ പറയും പോലെ കുറെ എഫർട്ട് എടുത്ത് തന്നെ ആവണം. തീർച്ചയായിട്ടും അതിന് വേണ്ടി എഫർട്ട് എടുത്ത് തന്നെ ആവണം. അല്ലാതെ നമ്മള് ഒരിക്കലും സിനിമ നമ്മുടെ അടുത്ത് വരില്ല. ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ ഫീൽഡാണ്. തീർച്ചയായിട്ടും. അല്ല, അതന്നെ, സിനിമ നമ്മുടെ അടുത്ത് വരില്ല. നമ്മളെ സിനിമ അന്വേഷിച്ച് പോകണം. തീർച്ചയായിട്ടും. കാരണം എങ്കിൽ മാത്രമേ ഇതുള്ളൂ. പിന്നെ പുതിയ പ്രോജക്റ്റുകള് പിന്നെ 2-3 ഷോർട്ട് ഫിലിംസിന്റെ ഇത് ചെയ്യാനായിട്ട് ഡയറക്ഷനും ഓൾറെഡി സ്ക്രിപ്റ്റും ആയിട്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഡബിംഗ് മേഖല എങ്ങനെയാണ്? അതിനെ പറ്റി ഒന്ന് പറയാം. ഡബിംഗ് മേഖല നമ്മുടെ ഉത്സവത്തിന്റെ അനൗൺസ്മെന്റ് ആയാലും പോലും, നമ്മൾ ഡബിംഗ് ആയപ്പോലും, സീരിയലിന് വോയിസ് കൊടുക്കാനായപ്പോലും എല്ലാത്തിനും പോകാറുണ്ട്. ഇന്നതിന് പോകുമെന്നും പറഞ്ഞിരിപ്പില്ല. കാശ് കിട്ടുന്ന എന്ത് പണിക്ക് നമ്മൾ പോകും. അപ്പൊ ഇതുവരെ തന്നെ നമ്മൾ വേറെ പണിക്ക് പോകാറുള്ള വേറെ പണിക്ക് അതിന് മുമ്പേ പോയിട്ടുണ്ട്. വേറെ ഞാൻ പെയിന്റിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. സാമ്പത്തികം ഞാൻ പെയിന്റിങ്ങിനെ പോയിട്ടുണ്ട്. ജീവിതത്തിന്റെ പ്രാരാബ്ധ ഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുപാട് മേഖല നമ്മൾ ചെയ്യാത്ത ജോലികളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വോയിസ് കൂടെ എടുക്കാം. തീർച്ചയായിട്ടും. നമ്മുടെ
മലയാള സിനിമയിലെ കറുത്തമുത്ത് ശ്രീ കലാഭവൻ മണി അഭിനയിച്ച് ഇത് ഹിറ്റായി മാറിയ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാൻ വാ അടിപൊളിയല്ലേ അടിപൊളിയില്ല പിന്നെ ആ സിനിമയില് വില്ലൻ ക്യാരക്ടർ വേഷം ചെയ്ത നമ്മുടെ സായി ചേട്ടന്റെ ആ ക്ലൈമാക്സ് പറയുന്ന ഡയലോഗ് ഒന്ന് ചെയ്യാം. ഓക്കെ. വാസന്തി, നീ മിടുക്കിയ, നിയന്ത്രിക്കാൻ പറ്റാത്ത സമയത്ത് വിനോദിനൊരു കയ്യബദ്ധം പറ്റും, ആർക്കും പറ്റും. അത്രയ്ക്ക് സുന്ദരിയാ നീ. നിനക്കണം കയ്യബദ്ധം പറ്റിയാൽ, കാരണം ഇത് പുറത്തങ്ങാണെ പോയി പറഞ്ഞാൽ രാമുവിന്റെ കണ്ണോപ്പറേഷൻ നടക്കണ്ടേ? വേണം. രാമുവിന്റെ കണ്ണോപ്പറേഷൻ നടക്കണോ? വേണം. അതുകൊണ്ട് നീ വീട്ടിലോട്ട് ചെല്ല്, രാമുവിനെ ഞാൻ വന്ന് കണ്ടോളാം. അംഗീകാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അംഗീകാരങ്ങള് കിട്ടിയിട്ടുള്ളൂ. അംഗീകാരങ്ങൾ കൊണ്ടിപ്പോ വീട് നിറച്ച്. അതിനെ പറ്റി ഒന്ന് പറയാമോ? ഒരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ലാലേട്ടൻ ഫാൻസിന്റെ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ലാലേട്ടൻ ഫിഗർ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ജയന്റെ ഒരു ഫിഗർ ചെയ്തുകൊണ്ട് മാത്രമാണ് മലയാള മിമിക്രിയിലേക്ക് വന്നത്. അതെ അതെ. അപ്പം ജയന്റെ നമ്മളെ ജയൻ സാറിന്റെ വീട് ഓലയിൽ, നമ്മളെ ഓലയില് അന്ന് 30 പേര് അടങ്ങുന്ന ഒരു ജയൻ ഷോ നടത്തിയായിരുന്നു. അതിൽ എനിക്കായിരുന്നു പ്രൈസ് കിട്ടിയത്. അന്ന് ജയൻ സാറിന്റെ ഒരു രൂപം വെച്ചോണ്ടുള്ള ഒരു മൊമെന്റോയും ഒരു 5000 രൂപയും ചോദിക്കില്ല. അന്ന് കൊല്ലം ജില്ലയിലുള്ള തിരുവനന്തപുരത്തുള്ള കുറെ പേര് ഈ കോമ്പറ്റീഷൻ പങ്കെടുത്തു. ഫസ്റ്റ് കിട്ടിയത് എനിക്കാണ്. അതെനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരം. തീർച്ചയായിട്ടും അതൊക്കെ കിട്ടിയപ്പോഴാണ് ഇത് നേരെ ഇത് കൊണ്ടൊക്കെ ഇറങ്ങിയത്. നേരെ പിന്നെ വേറെ തിരിഞ്ഞു നോക്കിയില്ല. നമ്മുടെ ഈ കലാരംഗത്ത് വന്നതിന് ശേഷം മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും നല്ല അനുഭവങ്ങളുണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് വെച്ച് നമ്മുടെ സ്റ്റേഡിയം ഇല്ലേ, എറണാകുളം സ്റ്റേഡിയം. അതെ, നെഹ്റു സ്റ്റേഡിയത്തിന്റെ തൊട്ട് ബാക്കിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വെച്ച് ലാലേട്ടന്റെ ഒരു വലിയൊരു അറ്റ്ലസിന്റെ പുള്ളിയുടെ ഒരു വലിയ ഷോ അവിടെ വെച്ച് നടന്നു. അപ്പം ഈ കേരളത്തിൽ നിന്ന് 10 ഫിഗർ ചെയ്യുന്ന, മോഹൻലാലിന്റെ 10 ഫിഗർ ചെയ്യുന്ന കലാകാരന്മാരാണ്. അങ്ങനെ എനിക്കും ഇതിന്റെ ഒരു ഓഫർ വന്നു, ഭാഗ്യം കിട്ടി. അപ്പൊ ലാലേട്ടന്റെ മുന്നിൽ ഈ ലാലേട്ടൻ ഓൾറെഡി ഉണ്ട്. അപ്പൊ ലാലേട്ടൻ വന്ന് ഫ്രണ്ടിലിരിക്കും. ലാലേട്ടന്റെ 10 ഫിഗർ ചെയ്യുന്ന 10 മിമിക്രി ആർട്ടിസ്റ്റുകളെ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. ഒന്ന് എനിക്കൂടെ വേഷം വന്ന് എനിക്ക് അതിലൊരു വേഷം കിട്ടി. അങ്ങനെ ഞാൻ ചാൻസ് കിട്ടി. ഞാനും ചെന്നപ്പോഴത്തേക്ക് ഈ മോഹൻലാലിന്റെ ലാലേട്ടന്റെ ഈ സ്ഫടികം, പിന്നെ ഇളം മഞ്ഞിൽ മറ്റേ നിന്നിഷ്ടം ഇങ്ങനെയുള്ള ഫിഗർ എല്ലാം ലാലേട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പിന്നെ വാനപ്രസ്ഥ സിനിമയില്ലേ, കഥകളി, ഈ വാനപ്രസ്ഥ സിനിമയില് ഈ കഥകളിയുടെ വേഷം ആരും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഈ കലാമണ്ഡലത്തിലുള്ള 4 പിന്നെ ഈ കഥകളി ഒരുക്കുന്ന വ്യക്തികള്, അവര് ഈ വേഷം ഇടുന്നവര് എന്നെ ഒരുക്കാൻ വേണ്ടി വന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം. ഈ കഥകളി വേഷം എന്ന് പറയുന്ന 4 മണിക്കൂറല്ലേ, 4 മണിക്കൂർ നമ്മളിങ്ങനെ കിടത്തിയാണ് ഒരുക്കുന്നത് തന്നെ. അങ്ങനെ ഈ കഥകളി വേഷം ചെയ്യാൻ നമ്മുടെ ഈ കൂട്ടത്തിൽ വന്ന ഈ 9 പേരും ഞാൻ ഒഴിച്ച് 9 കലാകാരന്മാരും നിരസിച്ച് ഈ ഒരു വേഷം ചെയ്യാൻ വില്ലിങ് ആയില്ല. എന്ന് വെച്ചാൽ 4 മണിക്കൂർ കിടക്കണം, കിടത്തിയിട്ടല്ലേ ഇവർ ഒരുക്കുന്നത്. അങ്ങനെ പല മിമിക്രിക്കാരും പല കലാകാരന്മാരും ഈ പിന്നെ ആ വേഷം ചെയ്തില്ല. അത് ആരെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് അവരിങ്ങനെ തട്ടി മാറ്റി അങ്ങ് പോയി. പക്ഷെ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യാന്ന് പറഞ്ഞു. ഒരു വെറൈറ്റി വേഷമല്ലേ, ലാലേട്ടൻ ക്ലീൻ ഷേവിംഗ് ആണ്, ഇപ്പൊ നല്ല മുടിയുണ്ട്, ഇങ്ങനെ ഒരു സാധനമാണ് ഓൾറെഡി ഉണ്ട്. അപ്പൊ എന്നെ കടത്തി ഇങ്ങനെ ഈ പിന്നെ കലാമണ്ഡലത്തിലുള്ള 4 ഈ പിന്നെ ഒരുക്കുന്ന ഈ വേഷക്കാര്, അവര് എന്നെ കിടത്തി ഒരുക്കി. ഈ കഥകളി പകുതി കഥകളിയുടെ വേഷവും പകുതി നമ്മളെ നോർമൽ മുഖവും വെച്ച് അടിപൊളിയായിട്ട് ഒരുക്കിയതിന് ശേഷം ഈ ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്ന് ഫ്രണ്ടിൽ ഇരിക്കുന്നു. പിന്നെ ആർട്ടിസ്റ്റ് രാമേന്ദ്രൻ ആ വ്യക്തിയുണ്ട്. അപ്പൊ ഞാനൊരു 7ഓ 8ആമതോ കണ്ടായിരുന്നു. പക്ഷെ ഈ സാധനം വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ മറ്റേ ഫിഗർ എല്ലാം കൂടുതൽ കണ്ടിട്ടുണ്ട്, സ്ഫടികോ അതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വേഷം ഇങ്ങനൊരു വേഷം ചെയ്യുന്നുണ്ട് ഒരിക്കലും അറിയത്തില്ല. പക്ഷെ ഈ വേഷം ഞാൻ അത് ചെയ്തോണ്ട് പുള്ളി പ്രത്യേകമായിട്ട് ഇത് ചെയ്ത ആരാണെന്ന് ചോദിച്ചിട്ട് നമ്മളെ ഒരുങ്ങുന്ന ഗ്രീൻ റൂമില്
ഗ്രീൻ റൂമിൽ വന്ന് ഞങ്ങൾക്ക് ക്ഷയിക്കാൻ ഓ അടിപൊളി. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു, തീർച്ചയായിട്ടും. ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാരണം അനുഭവം. തീർച്ചയായിട്ടും അതൊരു അംഗീകാരം തന്നെയാണ്. അയ്യോ, അംഗീകാരം തന്നെ, ഒരു അംഗീകാരം. കലാകാരനെ സംബന്ധിച്ച് അംഗീകാരം തന്നെയാണ്. ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെ അംഗീകാരമാണ്. അത് ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് ലാലേട്ടന്റെ ഈ വെറൈറ്റി ആയിട്ടുള്ള ആ ഫിഗർ ചെയ്തപ്പം എന്നെ ശ്രദ്ധിച്ചു എന്നുള്ള ഇതുണ്ട്. അത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അവസരം കിട്ടിയത് തന്നെ ഏറ്റവും വലിയ പുണ്യം. പിന്നെ അവസരം കിട്ടിയ വലിയ ഭാഗ്യം. തീർച്ചയായിട്ടും. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയാം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ബിനീഷിന് ഒരുപാട് അവസരങ്ങൾ സിനിമയിലായാലും സീരിയലിലായാലും അതുപോലെ തന്നെ മിമിക്രി രംഗത്തായിരുന്നാലും ഒരുപാട് അവസരങ്ങളും ഇതെല്ലാം കിട്ടട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. ആൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ.